ദൈവവചനത്തിലേക്ക് തിരിയാം. അനാദിയായും ശാശ്വതമായും ദൈവമായ നമ്മുടെ ത്രിയേക ദൈവത്തിന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് അല്പം വൈകിയതിൽ ക്ഷമാപണം നടത്തിക്കൊണ്ടും ദൈവവചനത്തിലേക്ക് വേഗത്തിൽ നമ്മൾ തിരിയുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് പുനരുത്ഥാനങ്ങളെ കുറിച്ചായിരുന്നു. അതിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും റിസറക്ഷൻസ്, പുനരുത്ഥാനത്തിന് കൊടുത്തിരിക്കുന്ന തെളിവുകളും അതിന്റെ അർത്ഥങ്ങളുമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ആ ഭാഗങ്ങൾ നാം ചിന്തിച്ചു, പഠിച്ചു. ഇനിയും നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് അല്ലെങ്കിൽ പഠിക്കുവാനായിട്ടുള്ളത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ആരൊക്കെ എന്നുള്ളതായിരുന്നു. നമ്മള് അത് പൊതുവായിട്ട് പഠിച്ചു. ഒന്നാം പുനരുത്ഥാനത്തിൽ 3 കൂട്ടർക്ക് പങ്കുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാർ, പുതിയ നിയമ വിശുദ്ധന്മാർ അഥവാ സഭ, മഹാപീഡനകാല വിശുദ്ധന്മാർ. അതിനോടനുബന്ധിച്ച ചോദ്യങ്ങളും നമുക്ക് ലഭിച്ചു. അതിനും ഉത്തരം കണ്ടെത്തുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഈ വിഷയത്തിൽ ഒരു ചോദ്യം നമുക്ക് പെൻഡിങ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണും. പഴയ നിയമ വിശുദ്ധന്മാർ, അവരുടെ ഉയർപ്പ് എപ്പോൾ എന്നൊരു ചോദ്യം. നമ്മൾ ആ സമയത്ത് അതിന് ഒറ്റ വാചകത്തിൽ ഉത്തരം കൊടുത്തു വിടുകയായിരുന്നു. പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ് എപ്പോൾ എന്നതിനെ കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഡിഫറെന്റ് ഒപ്പീനിയൻസ്, ഭിന്നാഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരോടൊപ്പം യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും എന്നാണ്. അന്ന് ഞാൻ ഈ ആശയം തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതിന് തെളിവുകളോ അതിനുള്ള കാരണങ്ങളോ ആ സമയത്ത് നമ്മൾ പറഞ്ഞില്ല. ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ വേണമെങ്കിൽ ഇന്നത്തേതിന് ശീർഷകം ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ആരല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, കുറിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രത്യേകിച്ച് വിശദമാക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുന്നതിനോടൊപ്പം ഇസ്രായേലിയ അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരും ഉയർക്കുമോ എന്നുള്ളതാണ്. Well, first resurrection is, in a single word, it is the premillennial resurrection. All the premillennial resurrections are included in the first resurrection. യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുൻപുള്ള എല്ലാ ഉയർപ്പുകളും ഒന്നാം ഉയർപ്പിൽ പെടുന്നതാണ്. ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള എല്ലാ ഉയർപ്പുകളും. അതിന് മുൻപുള്ള ഉയർപ്പുകൾ 3 ഘട്ടങ്ങളിലായിട്ടാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമയത്ത് ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ വിശുദ്ധന്മാർ. രണ്ടാമത് ക്രിസ്തുവേശുവിന്റെ വരവിങ്കൽ ക്രിസ്തുവിനുള്ളവർ,
1 തെസ്സലോനിക്കർ 4:16 വാക്യം ആസ്പദീകരിച്ചുകൊണ്ട്. മൂന്നാമത്തെ കൂട്ടർ വെളിപ്പാട് 20:4 മുതൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാപീഡന കാലത്തെ വിശുദ്ധൻ. ഈ 3 കൂട്ടരും ഈ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മില്ലേനിയൽ റെയിനിന് മുമ്പ് ഉയർക്കുന്നവരും അതുകൊണ്ട് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരും ആയിരിക്കും. അതിനെ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പറയാം. സ്തോത്രം. Those who were resurrected at the crucifixion, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ. മാത്യു 27:52 and 53. മത്തായി 27-ാം അധ്യായം 52-ഉം 53-ഉം വാക്യങ്ങളാണ്. അറിയാമെന്നതാണെങ്കിലും ഒന്ന് വായിക്കുന്നത് സന്തോഷകരമാണ്. The tombs were also opened, and many bodies of the saints who had fallen asleep were raised. And coming out of the tombs after his resurrection, they went into the holy city and appeared to many. വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ പല പ്രാവശ്യം ഈ ഭാഗങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാരിൽ ചിലരുടെ, മലയാളത്തിൽ ചിലരുടെ എന്നല്ലേ, ഇംഗ്ലീഷ് നമ്മൾ വായിച്ചത് മെനി എന്നാണ്. പലതും. വിശുദ്ധന്മാരുടെ കല്ലറകളിൽ പലതും തുറന്നു. എന്നാൽ യേശുവിന്റെ ഉയർപ്പിന് ശേഷം അവർ കല്ലറകളെ വിട്ടു. അപ്പോൾ ഒന്നാം പുനരുത്ഥാനത്തിലെ 3 വിധ പങ്കാളികളിൽ ഒന്നാമത്തെ കൂട്ടർ ഇവരാണ്. ക്രിസ്തുവിന്റെ ക്രൂശീകരണ ഉയർപ്പ് സമയങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ് കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ അഥവാ യെരുശലേമിൽ പലർക്കും പ്രത്യക്ഷരായ പഴയ നിയമ വിശുദ്ധന്മാർ. അവർ പിന്നീട് മരിക്കുന്ന ശരീരത്തിലല്ല ഉയർത്തത്. അതുകൊണ്ടാണ് അവർക്ക് പ്രത്യക്ഷരാകുവാനായിട്ട് കഴിഞ്ഞത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ച 3 പേരുണ്ട്, ലാസർ ഉൾപ്പെടെ. അവരാരും പ്രത്യക്ഷരായില്ല ആർക്കും. കാരണം അവർ ഉയർത്തെഴുന്നേറ്റത് മരിച്ച അതേ ശരീരത്തോടു കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും മരിക്കാവുന്ന ശരീരത്തോടു കൂടെയും. എന്നാൽ ഇവർ ഉയർത്തെഴുന്നേറ്റത് മരിക്കാവുന്ന ശരീരത്തോടുകൂടെ ആയിരുന്നില്ല. അവർ യേശുക്രിസ്തുവിൻ്റെതിന് സമമായ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരായിരുന്നു. രണ്ടാമത്തെ കൂട്ടർ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ 1 തെസ്സലോനിക്കർ 4:16 വാക്യത്തിൽ പറയുന്ന കർത്താവിന്റെ ഗംഭീരനാദത്തിങ്കൽ, പ്രധാന ദൂതന്റെ ശബ്ദത്തിങ്കൽ, ദൈവത്തിന്റെ കാഹളനാദത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ. അതാണ് പ്രധാനപ്പെട്ട ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് 20-4, 5, 6 വാക്യങ്ങളിൽ കാണുന്ന മഹാപീഡനകാലത്തെ വിശുദ്ധന്മാർ. അറ്റ് ദ ഗ്ലോറിയസ് അഡ്വന്റ് ഓഫ് ജീസസ്, യേശുക്രിസ്തുവിന്റെ തേജസ്സോടുകൂടെ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയിൽ. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് സന്ദേഹങ്ങളില്ല. നമ്മൾ ഇതിനു മുമ്പും ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഇനിയുമുള്ളത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ വരവിങ്കൽ സഭയോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുമോ എന്നുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായ ആശയം,
ഞാൻ നിങ്ങളോട് നേരത്തെയും ഇന്നൽപ്പം മുൻപും പങ്കുവച്ചു. അതെ, പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരോടൊപ്പം കർത്താവിന്റെ വരവിൽ സ്വർഗത്തിൽ നിന്ന് ഗംഭീരനാദത്തോടെ യേശുക്രിസ്തു ഇറങ്ങി വരുന്ന സമയത്ത് ഉയർത്തെഴുന്നേൽക്കും. ഞാനത് വിശ്വസിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയാം. എന്നിട്ട് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഖണ്ഡിച്ചങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ഈ ഭാഗങ്ങളെ ഖണ്ഡിക്കാനായിട്ട് കഴിയുമെങ്കിൽ ആ കാര്യങ്ങളും പറയാം, നമുക്കതും ചിന്തിക്കാം. അപ്പം ഞാനിത് ചിന്തിക്കുന്നതിനും വിശ്വസിക്കുന്നതിനുമുള്ള കാരണങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യമാണെങ്കിലും 4:16 ഒന്ന് വായിക്കാം. മനപ്പാഠവും നമുക്കറിയാവുന്നതാണ്. എന്നാലും 1 Thessalonians 4:16, 1 തെസ്സലോനിക്കർ 4:16 വേഗത്തിൽ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഒന്നാം പുനരുത്ഥാനത്തിലെ, പ്രത്യേകിച്ച് ദൈവസഭയുടെ പുനരുത്ഥാനത്തിലെ പങ്കാളികളെ അവിടെ എടുത്തു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഡെഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മരിച്ചവർ. ക്രിസ്തുവിൽ മരിച്ചവർ. ഒരു വാക്യവും കൂടെ, അതും 2-3 ദിവസം മുൻപ് നമ്മൾ വായിച്ചതാണ്. 1 കൊരിന്ത്യർ 15:23, 1 Corinthians 15:23. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അവിടെയും നാം കാണുന്നു ഈ കൂട്ടരെ പ്രതിപാദിക്കുന്ന ഒരു പദപ്രയോഗം, ക്രിസ്തുവിനുള്ളവർ. ഈ 2 പദങ്ങൾ, ഈ 2 പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 15:23 ക്രിസ്തുവിനുള്ളവർ എന്നും 1 തെസ്സലോനിക്കർ 4:16 ക്രിസ്തുവിൽ മരിച്ചവർ എന്നും ഈ ഒന്നാം പുനരുത്ഥാനത്തിലെ കർത്താവിന്റെ വരവിൽ ഉയർക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ചോദ്യം: പഴയ നിയമ വിശുദ്ധന്മാർ ക്രിസ്തുവിനുള്ളവരായിരുന്നോ? അവർ ക്രിസ്തുവിനുള്ളവരായിരുന്നോ? ആണോ? എന്തു പറയുന്നു? അല്ല, ഇതിലെ വാക്യം യാഗം ചെയ്ത് എന്നോട് അന്നേരം ക്രിസ്തുവിനുള്ള ആ യാഗത്തിൽ വിശ്വസിച്ചവർ എല്ലാം ക്രിസ്തുവിനുള്ളവരാ. തീർച്ചയായിട്ടും ആ വാക്യവും നമ്മൾ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ 50-ാം സങ്കീർത്തനത്തിലെ ആ വാക്യവും നമുക്ക് തെളിവായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരും ക്രിസ്തുവിനുള്ളവർ തന്നെ ആയിരുന്നു. അവർ ക്രിസ്തുവിൽ മരിച്ചവരാണോ? മുന്നോട്ട് നോക്കി മരിച്ചു ക്രിസ്തുവിനെ കണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ഈ 2 വാക്യങ്ങൾ ഇസ്രായേലിനെയോ പഴയ നിയമ വിശുദ്ധന്മാരെയോ ഒന്നാം പുനരുത്ഥാനത്തിൽ നിന്ന്, സഭയോട് കൂടെയുള്ള പുനരുത്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ചില തെളിവുകൾ അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. അതിൽ 2 നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ്. പഴയ നിയമ വിശുദ്ധന്മാർ ക്രിസ്തുവിനുള്ളവർ
ആയിരുന്നു. The Old Testament saints also belong to Christ, and therefore they should be resurrected at Christ's coming as per 1 Corinthians 15:23. അവർ ക്രിസ്തുവിനുള്ളവർ ആയിരുന്നത് കൊണ്ട് 1 കൊരിന്ത്യർ 15:23 അടിസ്ഥാനപ്പെടുത്തി കർത്താവിന്റെ വരവിങ്കിൽ സഭയോടൊപ്പം പഴയ നിയമ വിശുദ്ധന്മാർക്കും ഉയർത്തെഴുന്നേൽപ്പുണ്ട്. 2, അവർ ക്രിസ്തുവിനുള്ളവരായിരുന്നത് കൊണ്ട് അവർ ക്രിസ്തുവിൽ ആശ വെച്ചും വിശ്വസിച്ചും മരിച്ചവരാണ്. 1 തെസ്സലോനിക്കർ 4:16 അടിസ്ഥാനപ്പെടുത്തി ക്രിസ്തുവിൽ മരിച്ച അവർക്ക് സഭ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് കർത്താവിന്റെ വരവിങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ്. 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. മൂന്നാമത്തേത് ജോയ് കുട്ടിച്ചാൻ പറഞ്ഞ കാര്യം തന്നെ. 50-ാം സങ്കീർത്തനം 3-ാം വാക്യം, Psalms 50 verse 3. Our God comes, he does not keep silence. Before him is a devouring fire. I think Around it is him 5. It is 5. 5-ാം വാക്യം. gather to me, my faithful ones, who made a covenant with me by sacrifice. Gather those people who made a covenant with me by or through sacrifice. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. പഴയ നിയമ വിശുദ്ധന്മാർ യാഗാർപ്പണത്തിലൂടെ ദൈവത്തോട് ഉടമ്പടി ചെയ്തവരാണ്. Old Testament saints also were people who had entered into a covenantal relationship with God by sacrifices. യാഗം കഴിച്ച് ദൈവത്തോട് ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ് പഴയ നിയമ വിശുദ്ധന്മാർ. അവർ യാഗം കഴിക്കുമ്പോഴൊക്കെ മുമ്പോട്ട് നോക്കിയാണ്. അവർക്ക് അന്ന് ലഭിച്ച കാഴ്ചപ്പാട്, വെളിപ്പാടനുസരിച്ച് അവർ മുൻപോട്ട് നോക്കിയാണ് യാഗം കഴിച്ചത്. അവർ കഴിച്ച യാഗങ്ങളുടെയൊക്കെ പൊരുൾ, the true and core meaning of all the Old Testament sacrifices is Christ. പഴയ നിയമ യാഗങ്ങളുടെ എല്ലാം പൊരുളാണ്, അതിന്റെ സത്യമാണ്, അന്തസത്തയാണ് ക്രിസ്തുവിന്റെ യാഗം. അപ്പം ഈ പഴയ നിയമ വിശുദ്ധന്മാരും ഈ നിലയിൽ ക്രിസ്തുവിന്റെ യാഗത്തിൽ പങ്കാളികളാണ്. ദൈവത്തോട് ഉടമ്പടി ചെയ്ത, നിയമം ചെയ്ത വിശുദ്ധന്മാരാണ്. അതിനാലും ദൈവസഭയുടെ ഉയർപ്പിന്റെ സമയത്ത് അവർക്കും ഉയർപ്പ് സുസാധ്യമാണ്. നാലാമത്തെ കാര്യം, പഴയ നിയമ വിശുദ്ധന്മാരും ക്രിസ്തുവിന്റെ നിന്ദ സഹിച്ചവരായിരുന്നു. Old Testament saints also endured the reproach of Christ. ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനം എന്ന് കണ്ടവരായിരുന്നു പഴയ നിയമ വിശുദ്ധന്മാർ. എബ്രായർ 11:26, 11:26 Hebrews. He considered the reproach of Christ greater wealth than the treasures of Egypt, for he was looking to the reward.
മോശയെ കുറിച്ചാ പറയുന്നത്. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ എന്ന് വിളിക്കപ്പെടുന്ന, പഴയ നിയമത്തിന്റെ പ്രതിനിധി എന്ന് വിളിക്കപ്പെടാവുന്ന മോശ ക്രിസ്തുവിന്റെ നിന്ദയെ താന് വലിയ ധനമായിട്ട് എണ്ണി. നമ്മളാരാ? 13:13 13:13 വേഗത്തിലകട്ടെ. നാം അവന്റെ ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവനോടുകൂടെ ചെല്ലുക. അപ്പോൾ പുതിയ നിയമ വിശുദ്ധന്മാരും ക്രിസ്തുവിന്റെ നിന്ന് ചുമക്കുന്നവരാണ്. പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചും അതിപ്രധാനിയായ മോശയെക്കുറിച്ചും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. അവരും നമ്മെപ്പോലെ ക്രിസ്തുവിന്റെ നിന്ന് ചുമന്നവരാണ്. എങ്കിൽ എന്തുകൊണ്ട് നമ്മോടൊപ്പം അവർക്ക് ഉയർപ്പ് ലഭിച്ചുകൂടാ? അടുത്തത് സ്തോത്രം. ഒന്ന് പത്രോസ് 1-ാമത്തെ അധ്യായം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. 1 Peter 1:8 following, 8, 9, 10. Though you have not seen him, you love him. Though you do not now see him, you believe in him and rejoice with a joy that is inexpressible and filled with the glory, obtaining the outcome of your faith, the salvation of your souls. Concerning this salvation, the prophets who prophesied about the grace that was to be yours searched and inquired carefully. Then, next verse. Inquiring that what person or time the Spirit of Christ in him, The Spirit of Christ in them. In them. പഴയ നിയമ വിശുദ്ധന്മാർ നമുക്ക് വരേണ്ടിയിരുന്ന രക്ഷയെക്കുറിച്ചും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചുമൊക്കെ മുൻകൂട്ടി പ്രവചിച്ചവരാണ്. ആ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ പത്രോസ് പറയുകയാണ്, അവരിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. ബാക്കി അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. നമ്മൾ വളരെ ഹ്രസ്വമായിട്ട് മാത്രം ചിന്തിക്കുന്നു. പഴയ നിയമ വിശുദ്ധന്മാരിൽ വസിച്ച ആത്മാവിന്റെ പേര് ക്രിസ്തുവിന്റെ ആത്മാവ്. സ്തോത്രം. The Spirit of Christ was indwelling in the Old Testament saints. നമ്മുടെ അവസ്ഥ എന്താ? What is God's condition? Romans 8:11. റോമർ 8:11. വേഗമായിക്കോട്ടെ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. സ്തോത്രം. പഴയ നിയമ പ്രവാചകന്മാരിൽ വിശുദ്ധന്മാരിൽ ക്രിസ്തുവിന്റെ ആത്മാവ് പരിവർത്തിച്ചു, ക്രിസ്തുവിന്റെ ആത്മാവ് വസിച്ചു. പുതുനിയമം പറയുന്നു ക്രിസ്തുവിന്റെ ആത്മാവ്, 9-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാം നമുക്ക്. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്ന പഴയ നിയമ വിശുദ്ധന്മാർ അങ്ങനെയെങ്കിൽ ആർക്കുള്ളവരായിരുന്നു? ക്രിസ്തുവിനുള്ളവർ. ആ ക്രിസ്തുവിനുള്ളവർ കർത്താവിന്റെ വരവിൽ ഉയർക്കുമെന്ന് 1 കൊരിന്ത്യർ 15:23 നമ്മൾ കണ്ടു കഴിഞ്ഞു. കൂടാതെ ക്രിസ്തുവിന്റെ ആത്മവാസമുള്ളവരെ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ആത്മാവിനെ കൊണ്ട് ഉയർപ്പിച്ചതുപോലെ ഈ ആത്മാവിനെ കൊണ്ട് അവരുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും എന്ന വാഗ്ദത്ത വചനം നമുക്ക് ഈ റോമർ 8:11 ഉണ്ട്.
ഈ വാക്യാടിസ്ഥാനത്തിലും പഴയ നിയമ വിശുദ്ധന്മാർക്ക് സഭയോടൊപ്പം ഉയർപ്പ് ലഭിക്കുന്നതിന് തടസ്സമൊന്നും ഇല്ല. അടുത്തത്, അവരും നമ്മെപ്പോലെ ഒരു ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് കാത്തിരുന്നവരായിരുന്നു. They also were hopeful of a better resurrection. എബ്രായ ലേഖനം 11:35, 11:35 Hebrews. Women received back their dead by resurrection. Some were tortured, refusing to accept release so that they might raise again to a better life. That they might Rise again. Rise again. rise again to a better life. That they may receive a better resurrection. പഴയ നിയമ വിശുദ്ധന്മാരും അവർക്ക് രക്ഷപ്പെടാമായിരുന്നിട്ടും ഉദ്ധാരണം അവർക്ക് പ്രാപിക്കാമായിരുന്നിട്ടും അത് വേണ്ട എന്ന് വെച്ച് ഭേദ്യമേൽക്കുവാൻ, മരണത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിക്കുവാൻ കാരണം ഒരു ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയായിരുന്നു. അപ്പൊ നമ്മെപ്പോലെ തന്നെ ഇപ്രകാരം ഒരു ഉയർത്തെഴുന്നേൽപ്പിന് കാത്തിരുന്നവരായിരുന്നു പഴയ നിയമ വിശുദ്ധന്മാർ. അടുത്തത്, ദൈവസഭയുടെ ഉയർപ്പിനു മുമ്പേ പഴയ നിയമ വിശുദ്ധന്മാരിൽ ചിലർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു എന്ന് നമ്മൾ മത്തായി 27:52-53 നിന്ന് ഇപ്പോൾ പഠിച്ചു. Already a part of the Old Testament saints resurrected. They are already resurrected. Even before the church was raptured or church resurrection happened. As per Matthew 27:52 and 53, as we just read. നമ്മളിപ്പോൾ അത് വായിച്ചതാണ്. ഇതിനോടകം ദൈവസഭയുടെ ഉയർപ്പിന് മുമ്പ് തന്നെ പഴയ നിയമ വിശുദ്ധന്മാരിൽ പലരും ഉയർപ്പ് പ്രാപിക്കുകയും തേജസ്കരണം പ്രാപിക്കുകയും ചെയ്തു എങ്കിൽ ബാക്കി ശേഷിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാർക്ക് സഭയോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പാൻ എന്ത് തടസ്സം? അടുത്തതായിട്ട് നാം കാണുന്നത്, നമ്മളെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ട ഒരു വിജയഗാഥയുണ്ട്. അതുപോലെ തന്നെ both the Old Testament saints and the New Testament saints together sing the same song of victory. പഴയ നിയമവിശുദ്ധന്മാരും പുതിയ നിയമവിശുദ്ധന്മാരും പാടുന്ന വിജയഗാഥ ഒന്ന് തന്നെ. Both the Old Testament and the New Testament saints will sing the same victory song. ജയത്തിന്റെ പാട്ട് രണ്ടുപേരുടെയും ഒന്ന് തന്നെയാണ്. ഹോശയ 13:14, ഹോശയ 13:14. ഹോശയ 13:14. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ, നിന്റെ ബാധകൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? 1 കൊരിന്ത്യർ 15:55. 1 Corinthians 15:55.
ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള മുള്ള് പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പഴയ നിയമ വിശുദ്ധന്മാർ പാടുന്ന അതേ വിജയഗാനം പുതിയ നിയമത്തിലെയും വിശുദ്ധന്മാർ പാടുന്നു എന്ന് ഈ രണ്ട് വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഹോശിയ 13:14 പൗലോസ് 1 കൊരിന്ത്യർ 15:55 എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇരുകൂട്ടരുടെയും പാട്ട്, വിജയത്തിന്റെ പാട്ട് ഒന്ന് തന്നെ. അപ്പോൾ ഇവർ തമ്മിൽ ആ വ്യത്യാസം ഇല്ല. ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മിൽ ചിലർ ആരോപിക്കുന്ന വ്യത്യാസം അവിടെ ഇല്ല. അതുകൊണ്ടും ഈ പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവസഭയുടെ ഉയർപ്പിൽ പങ്ക് പ്രാപിക്കുന്നതിന് തടസ്സം ഇല്ല. മറ്റൊരു കാര്യം, യഹൂദന്മാരെ പുതിയ നിയമം വെളിപ്പെടുത്തുന്നത് മണവാളന്റെ സ്നേഹിതന്മാരായിട്ടാണ്. The Jews are considered to be the friends of the groom. അതിനാധാരം സ്നാപക യോഹന്നാന്റെ പദങ്ങളാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് in John 3:24, യോഹന്നാൻ 3:24 യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, മണവാട്ടി ഉള്ളവനാണ് മണവാളൻ, ഞാൻ മണവാളനല്ല. എന്നാൽ മണവാളന്റെ ശബ്ദം കേട്ടിട്ട് അവന്റെ സ്നേഹിതൻ സന്തോഷിക്കുന്നു. 29. ഓക്കെ, 29. ഞാൻ എത്ര എന്ന് പറഞ്ഞു? 20 പറഞ്ഞു. സോറി, ഞാൻ എഴുതിയിരിക്കുന്നത് 29 തന്നെയാ, വായിച്ചപ്പോ 4 സോറി. താങ്ക് യു. 29ാമത്തെ വാക്യം. അപ്പം സ്നാപക യോഹന്നാൻ ഉൾപ്പെടെ മണവാളന്റെ സ്നേഹിതർ എന്നാണ് യഹൂദന്മാർ, ഇസ്രായേല്യർ വിളിക്കപ്പെടുന്നത്. അത് നമ്മള് വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ 6, 7, 8, 9 വാക്യങ്ങളിൽ നിന്നും കാണുകയുണ്ടായി. മണവാളന്റെ സ്നേഹിതൻ, അവർക്കും മണവാളനൊപ്പം സന്തോഷിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. എബ്രായ ലേഖനം 11:40 അടുത്ത കാര്യം. ഹീബ്രൂസ് 11:40 നമുക്ക് മനഃപ്പാഠമായ വാക്യമായിരിക്കും. നമ്മെ Since God had provided something better for us, that apart from us they should not be made perfect. Apart from us they should not be made perfect. എന്ന് വെച്ചാൽ their perfection or consummation of salvation of the Old Testament saints will happen along with that of the church. നമ്മെ കൂടാതെ അല്ലെ നമുക്ക് മുമ്പ് അവർക്ക് രക്ഷാപൂർത്തി സാധ്യമല്ല. എന്നാൽ നമ്മോടൊപ്പം അവർക്കും രക്ഷാപൂർത്തി സാധ്യമാണ്. നമ്മോടൊപ്പം അവർ നമ്മേക്കാൾ മുമ്പന്മാരാകില്ലെന്ന് മാത്രം. അതാണ് എബ്രായർ 11:40 പറയുന്നത്. എബ്രായർ 11:13 11:13 അടുത്തത്. These all died in faith, not having received the things promised,
but having seen them and greeted them from afar, and having All of them, enough. All of them died in faith. അവരും എല്ലാവരും പഴയ നിയമ വിശുദ്ധന്മാർ. എല്ലാ ഇസ്രായേലിലും എന്നല്ല പറയുന്നത്, പഴയ നിയമ വിശുദ്ധന്മാർ. അവരും എങ്ങനെ മരിച്ചു? വിശ്വാസത്തിൽ മരിച്ചു. അവർ ഈ ഭൂമിയിൽ അന്യരാണെന്ന്, പരദേശികളാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. By confessing themselves as strangers, aliens, just travelers, okay, they all died in faith. അവർ ഏറ്റുപറഞ്ഞു, ഞങ്ങൾ ഇവിടെ അന്യരാണ്, പരദേശികളാണ്, യാത്രികരാണ് ഞങ്ങൾ, സഞ്ചാരികളാണ് ഞങ്ങൾ, ഇവിടുത്തുകാരല്ല ഞങ്ങൾ, നമ്മെ പോലെ. അതുകൊണ്ട് സഭയോടൊപ്പമുള്ള ഉയർത്തെഴുന്നേൽപ്പിന് തടസ്സമില്ല. 11:38 തോന്നുന്നു, അവിടെ നമ്മൾ വായിക്കുന്നു, എബ്രായർ തന്നെ, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. Yeah, the world was not worthy for them. Just as the New Testament saints. പുതിയ നിയമ ദൈവസഭയ്ക്കും ലോകം യോഗ്യമല്ല. സ്തോത്രം. ലോകം യോഗ്യമല്ല. അപ്പം ഏതാണ്ട് 9-10 കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു. 12 ഓക്കെ. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം അതോടൊപ്പം. As they were chosen from the Gentiles, we also are chosen from this world. പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, സകല ജാതികളിൽ നിന്നും ഞാൻ നിങ്ങളെ മാത്രം എന്റെ സ്വന്തമായിരിക്കാൻ തിരഞ്ഞെടുത്തു. ഇതുപോലെ യേശു കർത്താവ് യോഹന്നാൻ 15-ാമത്തെ അധ്യായത്തിൽ ദൈവസഭയോടും പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. 18-20 വാക്യങ്ങളിൽ. John 15:18-20 അവിടെ നമ്മൾ കാണുന്നു, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. പഴയ നിയമ വിശുദ്ധന്മാരും they also were chosen people. The New Testament saints also are chosen people. പഴയ പുതിയ നിയമ വിശുദ്ധന്മാരെ വേദപുസ്തകം പൊതുവെ വിളിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ്. അപ്പം ഈ 12-13 കാരണങ്ങൾ ഇനിയും ഒരുപക്ഷെ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ കാരണങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങളുടെ ഓർമ്മയിൽ നമ്മൾ പറയാതെ വിട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അതും കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഈ വിധ കാരണങ്ങൾ, ഈ വിധ തെളിവുകൾ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒരേ സമയത്ത് കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വ്യക്തമാണോ? എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഇതിനെ ഖണ്ഡിക്കാൻ മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിലും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിക്കുകയാണല്ലോ. അതേ വിശ്വാസം ഈ യഹൂദന്മാർക്ക് നമുക്കുണ്ടായിരുന്ന അതേ വിശ്വാസം യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവരെ എന്തുകൊണ്ട് ഈ പിന്നെ മണവാട്ടി പദത്തിലേക്ക് അംഗീകരിക്കുന്നില്ല? യഹൂദന്മാർക്കും മണവാട്ടിപ്പദം സാധ്യമാണ്, അവർക്ക് നിഷേധിക്കുന്നില്ല. പക്ഷേ
എങ്ങനെ മാത്രം? എഫേസ്യർ 3:6 വാക്യം അടിസ്ഥാനപ്പെടുത്തി യഹൂദന്മാരിൽ നിന്നാകട്ടെ ജാതികളിൽ നിന്നാകട്ടെ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ ഏക ശരീരസ്ഥരാകുന്നു. സഭയുടെ രൂപീകരണം ദൈവം നടത്തുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആണ്. സഭ എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, സഭ എന്ന സ്ഥാപനത്തെ സ്ഥാപിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ് പോരാ, തേജസ്കരണം എന്നിവയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് ആ രൂപീകരണത്തിന് മുൻപുള്ളവരാരും ഈ സഭ എന്ന സ്ഥാപനത്തിൽ പങ്കാളികളല്ല. കാരണം എഫേസ്യർ 2:20 മുതൽക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ. ക്രിസ്തു എപ്പോഴാണ് മൂലക്കല്ലായത്? എഫേസ്യ ലേഖനം തന്നെ 1:20 മുതൽ കാണുന്നു. യേശുക്രിസ്തുവിന്റെ തേജസ്കരണാനന്തരമാണ്. 1 പത്രോസ് 2:3 മുതൽക്കുള്ള വാക്യങ്ങളിലും നാം അത് തന്നെ കാണും. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിലയേറിയതായി തീർന്ന മൂലക്കല്ല്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണ, അടക്ക, പുനരുത്ഥാന, സ്വർഗാരോഹണ ശേഷമാണ് ക്രിസ്തുവിനെ പിതാവ് അങ്ങനെ ഏറ്റവും വലിയ നാമം നൽകി ഏറ്റവും ഉയർത്തി ദൈവസഭ എന്ന സൗധത്തിന്റെ മൂലക്കല്ലാക്കി തീർത്തത്. കാരണം അതുവരെ ക്രിസ്തുവിനെ യഹൂദന്മാർ പ്രധാന, ഹിന്ദി വെച്ച് പറയുകയാണെങ്കിൽ പ്രധാൻ മിസ്ത്രി ലോഗ്, ചീഫ് മെയ്സൺസ്, അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ ആർക്കിടെക്ട്സ്, പ്രധാന പണിക്കാർ യേശുവിനെ ഇത് കൊള്ളത്തില്ലെന്നും പറഞ്ഞ് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് കളഞ്ഞതാ. ആ കളഞ്ഞതായിരുന്നു ക്രൂശീകരണം. എന്നാൽ ആ കളഞ്ഞ കല്ലിനെ തന്നെ മൂലക്കല്ലാക്കി തീർക്കുന്നതാണ് യേശുവിന്റെ ഉയർപ്പിന് ശേഷം. അതുകൊണ്ട് സഭയുടെ കെട്ടുപണി തുടങ്ങിയത് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണ ശേഷമാണ്, തേജസ്കരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് അതിനു മുമ്പുണ്ടായിരുന്നവർക്ക് പിന്നീട് ഉണ്ടായ ദൈവസഭയിൽ ദൈവസഭാംഗങ്ങൾ എന്ന പദവി ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ ഉയർപ്പിനും തേജസ്കരണത്തിനും ശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആർക്കും യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യഹൂദന് ആദ്യം യഹൂദനും പിന്നെ യവനനും, ഇത് സാധ്യമാണ്. അതുകൊണ്ടാണ് പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവസഭയിൽ മണവാട്ടിപദം ഇല്ലാതിരിക്കുന്നത്. അവരെ മണവാളന്റെ സ്നേഹിതൻ എന്ന് മാത്രം വിളിച്ച് അല്ലെങ്കിൽ പരിചയപ്പെടുത്തി മാറ്റുന്നത്. ഈ OT saints എല്ലാം യഹൂദന്മാര് മാത്രമാണോ? അല്ലല്ലോ, ഹാബേൽ തുടങ്ങി ഇങ്ങോട്ടുള്ളവരുണ്ട്. യഹൂദൻ ഉണ്ടാകുന്നത് അബ്രഹാമിന് ശേഷമാണ്. ഹാബേൽ തുടങ്ങി, ശേത്ത് തുടങ്ങി,
നോഹ തുടങ്ങി ഉള്ള വിശുദ്ധന്മാർ, ഹാനോക്ക് ഉൾപ്പെടെ ഉള്ളവരൊക്കെ പഴയ നിയമ വിശുദ്ധന്മാരിൽ പെടുന്നവരാണ്. അന്നേരം അവർക്കൊരു മുൻ കാഴ്ചപ്പാടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. എന്നാൽ നമുക്ക് ഉള്ളതുപോലെയുള്ള വ്യക്തത അവർക്ക് വന്നിരുന്നില്ല എന്ന് മാത്രം. എബ്രായർ 1:1 പറയുന്നത് പോലെ വിവിധമായിട്ടും ഭാഗമായിട്ടും എന്ന് പറഞ്ഞാൽ അംശീയമായി മാത്രമായിരുന്നു വെളിപ്പാട്. ഡിവൈൻ റെവലേഷൻ വാസ് പ്രോഗ്രസീവ്. അതുകൊണ്ട് അതിന്റെ പരിമിതികൾ അവർക്കുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ക്രൂശിലെ കള്ളനെ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എങ്ങനെ അന്നേരം കൂട്ടുന്നു? കൂട്ടാൻ ഒക്കത്തില്ലല്ലോ. നമ്മുടെ അറിവിൽ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഒടുവിൽ മരിച്ച പഴയ നിയമവിശുദ്ധനായിട്ട് മാത്രമേ ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അതുകൊണ്ടാണ് അവനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. അതുകൊണ്ടാണ് നമ്മള് അടച്ചു പറയുന്നത് ഹാബേൽ തുടങ്ങി ക്രൂശിൽ മാനസാന്തരപ്പെട്ട കള്ളൻ വരെയുള്ള പഴയ നിയമവിശുദ്ധന്മാർ. സ്നാപകനും ആ കൂട്ടത്തിൽ ഉൾപ്പെടുമല്ലേ? അതെ. AD BC-യിലേക്കുള്ള മരിച്ചുപോയ കുഞ്ഞുങ്ങൾ ഈ ഒന്നാം പുനരുദ്ധാനത്തിൽ കാണും. കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ജാതിമത വ്യത്യാസം കൂടാതെ സ്വയബോധം കൊണ്ടും സ്വ ഇച്ഛ കൊണ്ടും തിരഞ്ഞെടുപ്പിന് പ്രാപ്തിയില്ലാതെ മരിച്ച, പ്രായമല്ല തന്നെ അതിലെ വിഷയം, കഴിവാണ്, ബൗദ്ധിക വളർച്ചയാണ്. അവരെല്ലാവരും തന്നെ ഈ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായിരിക്കും. പഴയ നിയമ വിശുദ്ധന്മാര് മണവാട്ടി പദത്തിൽ എന്തുകൊണ്ടല്ല മണവാളന്റെ സ്നേഹിതന്മാർ എന്ന് മാത്രം വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ഒന്നും കൂടെ പറയാമോ എന്ന് ചോദിച്ചത് കൊണ്ട് ഒന്നും കൂടെ ഞാൻ പറയുന്നു. ചുരുക്കത്തിൽ ദൈവസഭ, അതായത് there are 3 institutions God instituted. പോട്ടെ, അതിൽ രണ്ടാമത്തേതിനെ നമുക്കങ്ങ് മാറ്റാം. നമ്മൾ സാധാരണ കേൾക്കുന്നത് 2 institutions എന്ന്, ദൈവം സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ എന്നാണ് പൊതുവെ കേൾക്കുന്നത്. ആകട്ടെ, നമുക്ക് ആ പൊതുധാരണ തന്നെ വെക്കാം. ഒന്ന് കുടുംബം, ഫാമിലി. 2 ചർച്ച് ഓഫ് ഗാഡ്, ദൈവസഭ. കുടുംബം നമുക്കറിയാം സൃഷ്ടിയുടെ ആരംഭം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവസഭ എന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും തേജസ്കരണം അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിനും ശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ തേജസ്കരണ ശേഷം മാത്രം കർത്താവ് സ്ഥാപിച്ച സഭയുടെ അംഗങ്ങളായിട്ട് പഴയ നിയമ വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ ആ തേജസ്കരണത്തിന് മുമ്പും മരിച്ച വ്യക്തികൾക്ക് ഈ സഭയിൽ അംഗത്വം സാധ്യമല്ല. എന്നാൽ അവർ വിശുദ്ധന്മാരായിരുന്നെങ്കിൽ യോഹന്നാൻ സ്നാപകൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ജോൺ 3:29 പറഞ്ഞതുപോലെ എ ഫ്രണ്ട് ഓഫ് ദ ഗ്രൂം, മണവാളന്റെ തോഴ്മക്കാരനായി, സ്നേഹിതനായിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റൂ. പ്രധാനപ്പെട്ട കാരണം ചർച്ച് വാസ് എ ഫ്യൂച്ചർ എൻറ്റിറ്റി and began only after the resurrection and ascension or the exaltation of Jesus.
നോ മെമ്പർഷിപ്പ് ദൈവസഭയ്ക്കകത്തേക്ക് മുൻകാല പ്രാബല്യത്തോടെ അംഗത്വം ഇല്ല. ആക്ച്വൽ യഥാർത്ഥ അംഗത്വം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പഴയ നിയമ വിശുദ്ധന്മാർ സഭാംഗങ്ങളായി മണവാട്ടി പദം ഇല്ലാതിരിക്കുന്നത്. അവരെ മണവാളന്റെ സ്നേഹിതന്മാർ എന്ന് മാത്രം വിളിക്കുന്നത്. സഭയുടെ സ്ഥാപനം പിൽക്കാലത്തായിരുന്നു. അതുകൊണ്ട് സഭാസ്ഥാപനത്തിന് മുൻപുള്ളവർക്ക് ഈ സഭയിൽ അംഗത്വം ഇല്ല. അംഗത്വം എന്ന് വെച്ചാൽ മണവാട്ടി പദവി ഇല്ല. Got it? മനസ്സിലായോ? സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ വരവിന് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ഇടയ്ക്ക് ഒരു സമയമുണ്ടല്ലോ, 50 ദിവസമോ 40 ദിവസമോ 50 ദിവസം. ആ സമയത്തോ യേശുക്രിസ്തുവിന്റെ ഉയർപ്പും യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിനും പരിശുദ്ധാത്മാവിന്റെ ഇറങ്ങി വരവിനും ഇടയിൽ ഏതാണ്ട് 10 ദിവസത്തെ സമയമേ ഉള്ളൂ. 40ഉം 10 ദിവസവും. അതെ. അതിനിടയിൽ ഇവരാരും സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. ഈ 10 ദിവസം അവർ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഈ പറയുന്ന രക്ഷാപ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നത് കൊണ്ട്, ആത്മാവ് വന്നിരുന്നില്ല എന്ന് യോഹന്നാൻ 7-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പോൾ ആത്മാവ് വരുന്നതും ക്രിസ്തുവിന്റെ തേജസ്കരണവും വളരെ കണക്റ്റഡ് ആണ്, വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സഭയുടെ സ്ഥാപനം ഇതിന് ശേഷമാണ്. പരിശുദ്ധാത്മാവ് വന്നു എന്നത് യേശുക്രിസ്തുവിന്റെ തേജസ്കരണത്തിനും കൂടെ ഒരു തെളിവാണ്, യോഹന്നാൻ 7-ാമത്തെ അധ്യായം അനുസരിച്ച്. കഴിഞ്ഞോ? യോഗുട്ടിജൻ എന്തോ ചോദിക്കായിരുന്നല്ലോ. അല്ല, ഞാൻ ചോദിച്ച മണവാട്ടിയും മണവാട്ട് സ്നേഹിതന്മാര് തമ്മില് തേജസ് കൊണ്ട് വ്യത്യാസം വരത്തില്ലയോ? ഉണ്ടാകും, തീർച്ചയായിട്ടും. ഓക്കെ. ശരി, എങ്കിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ പഠിക്കാം. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുന്നതിന് ഇതും എല്ലാം കാരണമായി തീരട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മെ തന്നെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.